വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 6 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പെരിങ്ങാല ജംഗ്ഷന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ഹൗസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീട് 5.5 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ കൂടാതെ സ്റ്റഡി റൂം സഹിതമാണ് വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും അതുപോലെ തന്നെ വുഡൻ ടെക്സ്ചറിനുള്ള പാനലിംഗും നൽകിയാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഫ്രണ്ട് എലിവേഷന് ഭംഗി നൽകാനായി പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസും നൽകിയിട്ടുണ്ട്. 5 മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളൊക്കെ നൽകി ലൈറ്റ്സും സ്ക്വയർ ടു വർക്കും ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറി ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. കൂടാതെ സ്ക്വയർ ട്യൂബിൽ ഒരു വർക്കും വരുന്നുണ്ട്. 4.2 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനിൽ തന്നെയാണ് ഗേറ്റും വന്നിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് എലിവേഷൻ വരുന്ന ഈ ഒരു വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. കവേർഡ് കാർ പാർക്കിങ്ങിന് 18 അടി നീളവും 9 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൈഡിലായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാനലിംഗ് ഒക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. കൂടാതെ കാർ പോർച്ചിൽ നിന്ന് കോമ്പൗണ്ട് വാളിലേക്ക് സ്ക്വയർ ട്യൂബിലൊരു ഡിസൈനും നൽകിയിട്ടുണ്ട്. നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകി നാച്ചുറൽ പ്ലാന്റ്സും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 14 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകൾ തന്നെയാണ് വരുന്നത്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു വാഹനം പാർക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു വാഹനത്തിന് പുറത്തേക്ക് പോകാനും കഴിയുന്നതാണ്. വീടിൻ്റെ സിറ്റ് ഔട്ടിനോട് ചേർന്ന് പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകി നാച്ചുറൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സീറ്റിംഗ് യൂണിറ്റോ അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു ഗാർഡനോ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈസ്റ്റ് സൈഡിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കൂടാതെ കിണറിൻ്റെ ബാക്ക് സൈഡിലും അത്യാവശ്യം പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകി പെബിൾസ് നൽകി നാച്ചുറൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ KW വാട്ടർ കണക്ഷൻ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഹാഫ് പോർഷനിലോളം മാംഗ്ലൂർ ടൈൽസും പെബിൾസുമാണ് നൽകിയിരിക്കുന്നത്. പിന്നീടുള്ള ഭാഗത്ത് ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ കിച്ചൻ്റെ ബാക്ക് സൈഡിലായിട്ട് 2 സിലിണ്ടറുകൾ ഉൾക്കൊള്ളാവുന്ന ഒരു ഗേജും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 6 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇൻ്റർലോക്ക് കട്ടകൾ തന്നെയാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് ഏരിയയ്ക്കുള്ള ഒരു പ്രൊവിഷനായി നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു സ്പേസാണ്. പിന്നീട് നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണറിലേക്ക് വരുമ്പോഴും നമുക്ക് 7 അടിയിലേറെ വിഡ്ത്താണ് ഈ ഒരു ഭാഗത്തും കിട്ടുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകൾ തന്നെയാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലേക്ക് വരുമ്പോൾ പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകി നാച്ചുറൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കറി ലീഫും ഉണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തും ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് വരുന്നത്. 5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെ നിന്ന് കാർ പോർച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ മാംഗ്ലൂർ ടൈൽസും പെബിൾസുമാണ് നൽകിയിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പുകളിലെ ത്രെഡുകൾ നല്ല വീതിയിലാണ് നൽകിയിരിക്കുന്നത്. 5.5 അടിയിലേറെ നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ടുള്ള വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഷൂ റാക്ക് നൽകി മുകളിൽ കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. കോർണറിലായിട്ടുള്ള പില്ലറിന് ക്ലാഡിംഗ് ടൈലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പാനലിംഗ് ഒക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലേക്കാണ് ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വന്നിരിക്കുന്നത്. മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ട് വലിയൊരു വുഡൻ ഹാൻഡിലൊക്കെ കൊടുത്ത് ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്താണ് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ലിവിംഗ് റൂമിലേക്കാണ്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 11.5 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ തന്നെ വീതിയുമാണ് ഉള്ളത്. വലിപ്പമുള്ള ഒരു എൽ ഷേപ്പ് കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ലിവിംഗ് സ്പേസിൽ ലഭിക്കുന്നുണ്ട്. ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ
താഴത്തെ ഭാഗത്ത് നോർത്തിലേക്കും ഈസ്റ്റിലേക്കും വലുപ്പമുള്ള വിൻഡോകളാണ് നൽകിയിരിക്കുന്നത്. മുകളിലായിട്ട് നോർത്തിലേക്കും ഈസ്റ്റിലേക്കും പെർമനന്റ് ഗ്ലാസ് വിൻഡോയും നൽകിയിട്ടുണ്ട്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ നൽകി സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. സൗത്ത് സൈഡ് വോളിലായിട്ടാണ് TV യൂണിറ്റ് വന്നിരിക്കുന്നത്. താഴെയായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഒരു സൈഡിലായിട്ട് ഡക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. കൂടാതെ ബാക്ക് സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലും പാനലിംഗ് വർക്കാണ് നൽകിയിരിക്കുന്നത്, അതും ലൂവേർഡ് ഡിസൈനിലുള്ള. മെയിൻ ഡോറിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുന്ന ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഭംഗിയുള്ളൊരു വാൾ ഫാനും നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇരുഭാഗത്തായിട്ടും ഡക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. ഡക്കർ ഐറ്റംസും അതിൽ നൽകിയിട്ടുണ്ട്. പിന്നീട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ താഴത്തെ നിലയിൽ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ടുള്ള വോളിൽ മൊറോക്കൻ ടൈൽസ് ആണ് നൽകിയിരിക്കുന്നത്. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ 11.5 അടി നീളവും 11 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. സൗത്തിലേക്ക് വലുപ്പമുള്ള വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ നൽകി സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഒരു സൈഡിലേക്ക് മാറിയാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെയും സ്റ്റെയറിൻ്റെയും ഇടയിലായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. താഴെയായി സ്റ്റോറേജ് സ്പേസും ബാക്ക്ഗ്രൗണ്ടിൽ ഗ്ലോസി ടൈൽസ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ 2 സർക്കുലർ ഷേപ്പിലുള്ള മിററൊക്കെ നൽകി ഒരു സൈഡിൽ ഡെക്കർ ഐറ്റംസ് ഒക്കെ വെച്ച് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് ഒരു പാർട്ടീഷനും നൽകിയിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൽ മൾട്ടിവുഡ് ഒക്കെ വെച്ച് ചെയ്ത് ഭംഗിയുള്ളൊരു പാർട്ടീഷനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായി നമുക്ക് റെക്ടാങ്കുലർ ഷേപ്പിലൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. അവിടെ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇൻഡോർ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ വീട്ടിൽ ഗോൾഡ് മെഡലിൻ്റെ സ്വിച്ചസും വി ഗാർഡിൻ്റെ വയേഴ്സുമാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചണിൻ്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ട് സൈഡിൽ പാനലിംഗ് ഒക്കെ നൽകി സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അതിൻ്റെ എൻഡിലായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റും വരുന്നുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിന് വളരെ ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു ക്രോക്കറി യൂണിറ്റും ഡക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. അതിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു ഹാങ്ങിങ് ക്ലോക്കും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ 13 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ നൽകിയിരിക്കുന്നത്. ഫുഡും ഹോബും എല്ലാം ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫാബറിൻ്റെ ഇലക്ട്രിക് ചിമ്മിനിയാണ് നൽകിയിരിക്കുന്നത്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസിൻ്റെ എവിടെയായിട്ട് പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 2 UPVC വിൻഡോയും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് ഈ ഒരു ഭാഗത്തേക്ക് ലഭിക്കാനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് തന്നെ 2 വിൻഡോയും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഓപ്പൺ ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും ടാപ്പും വരുന്നുണ്ട്. ടാപ്പ് ജാഗോറിൻ്റെയാണ് നൽകിയിരിക്കുന്നത്. മൈക്രോവേവ് ഓവനുള്ള സ്പേസും കൂടാതെ ഈ ഒരു സൈഡിലായിട്ടും നമുക്ക് സ്റ്റോറേജ് യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റ് നൽകി ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനുമാണ് വന്നിരിക്കുന്നത്. കൂടാതെ വെസ്റ്റ് സൈഡ് വോളിലായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. കിച്ചൺ കൂടാതെ നമുക്ക് ഇവിടെയായിട്ടൊരു വർക്ക് ഏരിയയും ലഭിക്കുന്നുണ്ട്. 12.5 അടിയിലേറെ നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയാണ് താഴ്ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത്. മുകളിലായിട്ട് 2 UPVC വിൻഡോയും വരുന്നുണ്ട്. കിച്ചണിലും വർക്ക് ഏരിയയിലും നാനോ വൈറ്റിന്റെ ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. വലുപ്പമുള്ളൊരു സിങ്കും ടാപ്പും വരുന്നുണ്ട്. താഴെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെയും ധാരാളം പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഡിഷ് വാഷറിനുള്ള സ്പേസും വാട്ടർ പ്യൂരിഫയറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് മുകളിലായിട്ടും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 11.5 അടി വീതിയുമാണ് വരുന്നത്. ഫ്രണ്ട് സൈഡിലേക്ക് UPVCയുടെ വലിപ്പമുള്ള ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോയാണ് വരുന്നത്. മുകളിലത്തെ പോർഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. കൂടാതെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 സിംഗിൾ ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സൈഡിലുള്ള വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിന്റ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ജാഗ്വാറിൻ്റെ ഒരു വാഷ് കൗണ്ടറും വലുപ്പമുള്ളൊരു മിററും നൽകിയിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്.
ജാഗ്വാറിന് തന്നെ കൺസീൽഡ് വാട്ടർ ക്ലോസറ്റും ഫ്ലഷിംഗ് സിസ്റ്റവും ഡൈവേർട്ടറുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വെറ്റേരിയൻ ഡ്രൈ ഏരിയ തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും നൽകിയിട്ടുള്ള ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിന് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 12 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് വരുന്നത്. സൗത്തിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. കൂടാതെ സിംഗിൾ ഡോർ വിൻഡോയോട് ചേർന്ന വോളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ഒക്കെ നൽകി ഭംഗിയുള്ള ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് സിലിണ്ടറിക്കൽ ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. വാഷ് കൗണ്ടറും വാട്ടർ ക്ലോസറ്റും ഫ്ലഷിംഗ് സിസ്റ്റവും ഡൈവേർട്ടറും എല്ലാം തന്നെ ജാഗ്വാറിൻ്റെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമും വെറ്റേരിയൻ ഡ്രൈ ഏരിയയുമായിട്ടുള്ള സെപ്പറേഷനൊക്കെ നൽകി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനും അതുപോലെ തന്നെ LED ലൈറ്റും നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫ്ലോട്ടിംഗ് സ്റ്റൈലിലുള്ള സ്റ്റെയറാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡിലാണ് വന്നിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റിനോട് ചേർന്ന വോളിലായിട്ട് ഭംഗിയുള്ളൊരു വാൾ ഡെക്കറും നൽകിയിട്ടുണ്ട്. ലാൻഡിങ്ങിനോട് ചേർന്ന വോളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വലുപ്പമുള്ളൊരു UPVC വിൻഡോ നൽകിയിട്ടുണ്ട്. പാനലിംഗ് ചെയ്തിട്ടുണ്ട്. UPVC വിൻഡോ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ സേഫ്റ്റിക്കായിട്ട് സ്ക്വയർ ട്യൂബിലുള്ള ഒരു ഗ്രില്ലും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് സ്ട്രിപ്പ് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ബാൽക്കണിയിലേക്കുള്ള പാസേജ് വരുന്നത്. ആ ഒരു ഭാഗത്ത് തന്നെയാണ് താഴത്തെ ലിവിംഗ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷൻ വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. പിന്നീട് നമ്മൾ പോകുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്പർ ലിവിങ്ങിന് 13.5 അടി നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ളൊരു വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈസ്റ്റ് സൈഡ് വോളിലായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജും ഒരു സൈഡിലായിട്ട് പാനലിംഗ് ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ നൽകി പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. വെസ്റ്റ് സൈഡ് വോളിലായിട്ട് ഭംഗിയുള്ളൊരു ക്ലോക്കും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്റ്റഡി റൂമും യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ടുള്ള വോളിൽ മൊറോക്കൻ ടൈൽസ് ഒക്കെ നൽകി ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടി നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഫ്രണ്ട് സൈഡിലായിട്ട് വലുപ്പമുള്ളൊരു UPVC വിൻഡോ ആണ് നൽകിയിരിക്കുന്നത്. ടോപ്പ് സൈഡ് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത്. കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് 2 സിംഗിൾ ഡോർ വിൻഡോയാണ് വരുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനൽ വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വരുമ്പോൾ വുഡൻ ബീഡിംഗ് ഒക്കെ നൽകി സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിന് വെറ്റേരിയൻ ഡ്രൈ ഏരിയയും തമ്മിൽ സെപ്പറേഷൻ ഒക്കെ കൊടുത്തിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് വരുന്നത്. എല്ലാ ഫിറ്റിംഗ്സും ജാഗ്വാറിൻ്റെയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് ഒക്കെ ചെയ്ത് LED ലൈറ്റും എക്സോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 12 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. സ്പേഷ്യസ് ആയി ഒരു ബാത്റൂമും വെറ്റേരിയൻ ഡ്രൈ ഏരിയയും തമ്മിലുള്ള സെപ്പറേഷൻ ഒക്കെ ചെയ്ത് ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. സീലിംഗ് ഒക്കെ ചെയ്ത് LED ലൈറ്റാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റഡി റൂമിലേക്കും യൂട്ടിലിറ്റി സ്പേസിലേക്കും വരാം. 16 അടിയിലേറെ നീളവും 13 അടിയോളം വീതിയുമുള്ള ഈ ഒരു സ്പേസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സെക്ഷനിലായിട്ടാണ് സ്റ്റഡി സ്പേസ് വരുന്നത്. ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് താഴെ ഒരു സ്റ്റോറേജ് സ്പേസും ഒരു സീറ്റിംഗ് യൂണിറ്റും വരുന്നുണ്ട്. മുകളിലായിട്ട് ബുക്ക് ഷെൽഫും സ്റ്റോറേജും ഒക്കെ നൽകിയിട്ടുണ്ട്.
ഈ ഒരു സ്റ്റഡി സ്പേസിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി ഒരു വാഷ് കൗണ്ടറും കൂടാതെ വാഷിംഗ് മെഷീനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. കൂടാതെ UPVC വിൻഡോയാണ് ഈ ഒരു റൂമിന് നൽകിയിരിക്കുന്നത്. UPVC വിൻഡോയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സ്ക്വയർ ട്യൂബിലുള്ള ഗ്രില്ലും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിൽ നിന്നാണ് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 12 അടിയോളം നീളവും 6.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണിയിൽ വന്നിരിക്കുന്ന പില്ലറിൽ ക്ലാഡിംഗ് ടൈലൊക്കെയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പാനലിംഗ് ഒക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി ഒരു നാച്ചുറൽ പ്ലാന്റും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് പെരിങ്ങാല ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ, തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 12 കിലോമീറ്റർ, കാക്കനാടേക്ക് 10 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 13 കിലോമീറ്റർ, വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് 4.6 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 5.5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ കൂടാതെ സ്റ്റഡി റൂം സഹിതമുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്നത് 1,15,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.